ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ബേസിക്കലി എന്താണ് ഗ്രാഫ് എഡിറ്റർ എന്നാണ് നോക്കുന്നത്. ഗ്രാഫ് എഡിറ്ററിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഒരു പുതിയ കോമ്പോസിഷൻ എടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ അതിൻ്റെ അത് ഗ്രാഫ് എഡിറ്റർ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഞാൻ ഓക്കെ എടുത്തു. എന്നിട്ട് നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കണക്ക് ന്യൂവിൻ്റെ അകത്ത് ഒരു നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നള്ളല്ല, ഒരു സോളിഡ് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു സോളിഡ് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഒരു കളറുണ്ട്. ആ കളർ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ഡീഫോൾട്ട് ഒരു ഷേപ്പ് ലെയർ എടുക്കുക. ഏതെങ്കിലും ഒരു ഷേപ്പ്, ഞാനിപ്പോൾ ഈ ഷേപ്പ് ആണെങ്കിൽ ഈ ഷേപ്പ്, ഏതെങ്കിലും ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് പല പല ടൈപ്പ് ഓഫ് അനിമേഷൻസ് ചെയ്ത് നോക്കുകയാണ്. ഗ്രാഫ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബേസിക്കലി അനിമേഷൻകാർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാഫ്. സോ ഇതിൻ്റെ അകത്ത് ഗ്രാഫിന് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഏതാണ് ആഫ്റ്റർ എഫക്ട്സിലെ ഗ്രാഫിന് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും നമുക്ക് ഗ്രാഫ് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ആഫ്റ്ററിൽ. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ സെൻറ്റർ പിവോട്ട് ആക്കാം. കൺട്രോൾ ഓൾട്ട് ഹോം അടിക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്തൊരു ബേസിക് അനിമേഷൻ ചെയ്യണേ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഷേപ്പ് ലെയറിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ അകത്ത് ട്രാൻസ്ഫോം ഉണ്ടല്ലോ, ആ ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ അകത്ത് പൊസിഷനുണ്ട്, സ്കെയിലുണ്ട്, റൊട്ടേഷനുണ്ട്, ഏതുണ്ട്, ഒപ്പാസിറ്റി ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എനിക്ക് ഈ പൊസിഷൻ്റെ അകത്ത് 2 ആക്സിസ് കാണണമെന്ന് വിചാരിക്കുക അല്ലേ. നമ്മളിപ്പോൾ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞ് അനിമേഷൻ ചെയ്ത് ഇത് ഏത് ആക്സിസിലാണ് ഇത് നീങ്ങുന്നത്, ഇത് ഏത് ആക്സിസ് ആയിരിക്കും? ഓക്കെ, അപ്പം നമുക്ക് ഗ്രാഫിൽ ആ ഒരു കൺസെപ്റ്റിലോട്ട് തന്നെ പോവാം. ഇത് എക്സ്, ഇത് വൈ, അങ്ങോട്ട് എന്താണ് സി ആക്സിസ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു ബേസിക്കലി ഗ്രാഫിൽ എന്തൊക്കെയാണ് ആ ഒരു കൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇസഡ് ആക്സിസ് മാത്രമാണ് ഇല്ലാത്തത്. നമ്മൾ ഇസഡ് ആക്സിസ് എന്താണ് 3D ആക്കിയാൽ നമുക്ക് ഇസഡ് ആക്സിസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പം നമുക്കിതിന് 2 ഡയമെൻഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഈ ഒരു പൊസിഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ഡയമെൻഷൻ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഇവിടെ കാണിക്കുള്ളൂ, അതായത് എക്സും ഇത് വൈയും, അല്ലെങ്കിൽ ഇത് എക്സും ഇത് വൈയും ഇങ്ങനെ. അപ്പോൾ എനിക്ക് അനിമേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആക്സിസിന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എനിക്ക് സെപ്പറേറ്റ് ആക്കണം. എക്സും വൈയും എനിക്ക് കാണണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട എക്സ് പൊസിഷനും ഉണ്ട്, വൈ പൊസിഷനും ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഓൾറെഡി സെപ്പറേറ്റ് ഡയമെൻഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതായത് ഇത് രണ്ടും ഒരുമിച്ച് സെലക്റ്റഡ് ആയിട്ട് ഇരിക്കണം. അതുകൊണ്ടാണ് നമുക്ക് രണ്ടും അതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഏതെങ്കിലും ഒരു ഡയമെൻഷനിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. സോ ഒരു ഡയമെൻഷനിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് എക്സിൽ, എന്നിട്ട് അടുത്ത ഡയമെൻഷനിൽ അടുത്ത മീൻസ് എത്ര സെക്കൻഡ്, 2 സെക്കൻഡ്സ് ആണ് 2 സെക്കൻഡ്സ്, 1 സെക്കൻഡ് ആണ് 1 സെക്കൻഡിൽ കൊണ്ടുവയ്ക്കുന്നു. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇങ്ങോട്ട് പോകുക. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോകും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇത് വളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു എക്സാക്ട് ഒരു അനിമേഷൻ ആയിട്ടുണ്ട്. സ്മൂത്ത് അനിമേഷനാണിത്. വലിയ പ്രോബ്ലം ഇല്ല. നമുക്ക് ഇതിനെ സ്മൂത്ത് ആക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്മൂത്ത് ചെയ്യാൻ പറ്റും. വീണ്ടും ഞാനപ്പോൾ എന്ത് ചെയ്യുക, ആ പൊസിഷനെ സ്വല്പം കൂടെ ഒന്ന് ഡ്രാഗ് ചെയ്തു. ഫസ്റ്റ് പൊസിഷന് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, ഇപ്പോൾ ഒരു ബേസിക് ഒരു അനിമേഷൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ അനിമേഷൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യും. ഇതിനകത്തൊരു എക്സ്ട്രാ കീയും കൂടെ വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചോണം. ആ കീ ഒന്നുകിലും അതൊക്കെ റിമൂവ് ചെയ്ത് കളയുക കീ. ഓക്കെ, ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോർമൽ ഒരു അനിമേഷൻ അവിടെ വന്നിട്ട് അങ്ങ് നിൽക്കുകയാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അനിമേഷൻ നമുക്ക് ഗ്രാഫിൽ എങ്ങനെ റീട്യൂൺ ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഈ പൊസിഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. കാരണം എന്താണ്, ഈ പൊസിഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രാഫ് എഡിറ്ററിൽ സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ ഗ്രാഫ് എഡിറ്റർ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നോർമലി ഒരു കർവ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളൊരു കർവിൻ്റെ ഇൻഡിക്കേഷൻ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ കൊണ്ട് വെക്കുന്ന സമയത്ത് എക്സ് പൊസിഷൻ്റെ അകത്ത് ഒരു 11245 px എന്ന് പറഞ്ഞൊരു വാല്യൂ അതിൻ്റെ അകത്ത് നമുക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഇതിൻ്റെ അകത്തുള്ള വാല്യൂ, ഇതിങ്ങനെ പോകുമ്പോൾ എത്രത്തോളം വാല്യൂ ആണ് പോകണമെന്നുള്ള എത്ര ആ ഗ്രാഫിൻ്റെ വാല്യൂ ആണ് അവിടെ ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ റീച്ച് ചെയ്തിട്ട് അവിടെ വരെ പോകുന്ന ഒരു വാല്യൂ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് സൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്യുക, മിഡിൽ മൗസ് വെച്ച് നമുക്ക് ഇതിനെ പാൻ ചെയ്യാം. ഓൾട്ട് മിഡിൽ മൗസ് കണ്ടല്ലോ, ഓൾട്ട് മിഡിൽ മൗസ് വെച്ച് നമുക്കിതിനെ പാൻ ചെയ്യാം. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ് ഓൾ ഗ്രാഫ് ടു വ്യൂ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റ് ആവും. അഥവാ നമ്മൾ ഓൾട്ട് ഇങ്ങനെ വെച്ച് സൂം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിറ്റ് ഓൾ ഗ്രാഫ്സ് ടു വ്യൂ. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റായി വീണ്ടും നമ്മൾ ഡ്രാഗ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒറ്റ വാല്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലം ഇല്ല. ഇനി
നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വേണ്ടത്. സ്നാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്നാപ്പ് ചെയ്യാം, ഇങ്ങനെ വലിച്ച് ഇതിലോട്ട് കറക്റ്റ് സ്നാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്നാപ്പ് ഓൺ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. ഞാൻ അത് വർക്ക് ചെയ്യില്ല. ഷോ ട്രാൻസ്ഫോം ബോക്സ്, അതും വേണ്ട, ബോക്സും വേണ്ട, നോർമൽ ഗ്രാഫ് മതി. ഇനി തൊട്ടടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂസ് ഗ്രാഫ് ടൈപ്പ് ആൻഡ് ഓപ്ഷൻ, അതിലൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബേസിക്കലി ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ ഓണായി കിടപ്പുണ്ട്. ഷോ ഗ്രാഫ് ടിപ്പ് ടൂൾ, അത് ഓണാക്കി തന്നെ ഇടുന്നതാണ് നല്ലത്. ഷോ ഗ്രാഫ് ടിപ്പ്, ഗ്രാഫ് എന്തൊക്കെയാണെന്നുള്ളതെന്നുള്ള കാര്യം. പിന്നെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എഡിറ്റ് വാല്യൂ ഗ്രാഫ്, എഡിറ്റ് സ്പീഡ് ഗ്രാഫ്, ഇതിൻ്റെ അകത്താണ് നമ്മൾ നോർമലി വർക്ക് ചെയ്യണത്. ആദ്യം നമുക്ക് എന്താണ് എഡിറ്റ് വാല്യൂ ഗ്രാഫ് നോക്കാം. ഇതാണ് ആക്ച്വലി വാല്യൂ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂസ് ആണ് ഇതിന്റെ ലൈൻ നീങ്ങുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ഗ്രാഫിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതെന്നാണ് അതിവിടെ കാണിക്കുന്നത്. ഇനി ഈ രണ്ട് ഗ്രാഫും എന്താണ് ഭയങ്കര ഷാർപ്പാണ്, ലീനിയർ ആണ്. ഇതിവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിന്റെ അവിടെ ഒരു പോയിന്റ്സ് കിട്ടും, ഒരു പോയിന്റ് കാണാമല്ലോ. ആ പോയിന്റ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിനെ നീക്കാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്താണെങ്കിൽ വാല്യൂസ് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് വാല്യൂ ആണ് ഇപ്പോൾ കിടക്കുന്നത്. ഞാൻ ഇതിനെ എന്താക്കി സ്പീഡ് ഗ്രാഫ് ആക്കി. സ്പീഡ് ഗ്രാഫ് ആക്കിയത് നിങ്ങൾ നോക്കി, അത് വേറെ ടൈപ്പ് ഓഫ് ഗ്രാഫ് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. സ്പീഡ്, ഇതിന്റെ സ്പീഡാണ് ഇപ്പോൾ കാണിക്കുന്നത്, നല്ല സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്നതായിട്ടാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. കണ്ടോ? അപ്പൊ എനിക്കിത് ഇവിടെ ഒരു ലൈൻ ഉണ്ട് കണ്ടോ, ഇങ്ങനെ ഒരു ലൈൻ കാണാമല്ലോ. ആ ലൈനിനെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ രണ്ടും ഒറ്റ സ്പീഡ് ഗ്രാഫിലാണ് കാണിക്കുന്നത്. മറ്റേത് അങ്ങനെയല്ല, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വാല്യൂ ഗ്രാഫ് ആണെങ്കിൽ അതിനെ വാല്യൂ ആയിട്ടാണ് കാണിക്കുന്നത്. ഇതാണ് വാല്യൂ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വാല്യൂ ഗ്രാഫിനെ എഡിറ്റ് ചെയ്യാം, നമുക്ക് സ്പീഡ് ഗ്രാഫിനെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ വീണ്ടും ഏതാണ് സ്പീഡ് ഗ്രാഫിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് രണ്ടും സ്പീഡ് ഗ്രാഫിൻ്റെ അകത്ത് എന്തുണ്ട്, ഈ ഒരു ടൂളുണ്ട്, നമ്മുടെ പെൻ ടൂളിന്റെ അറ്റത്തിരിക്കുന്ന ടൂൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. വീണ്ടും ഇവിടെ സെലക്ട് ചെയ്യുക, സ്പീഡ് മാറ്റിയിട്ട് ഞാൻ വാല്യൂ ഗ്രാഫിൽ പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്മൂത്ത് ആക്കാൻ പറ്റും. അതായത് ഇങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇവിടെ സ്മൂത്തായി, ഇവിടെ എന്തായി, ഇവിടെ ഹാർഡായി. ഓക്കെ, മേളിൽ ഹാൻഡിലുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ അകത്തോട്ട് പോയിട്ട് സ്പീഡിൽ പോയിട്ട് ഈ ഹാൻഡിലിനെ സ്വല്പം ഇങ്ങനെ വലുതാക്കാം, എന്നിട്ട് ഇവിടെ തിരിച്ചു വരാം. നമുക്ക് വീണ്ടും വാല്യൂ ഗ്രാഫിലോട്ട് പോകാം. കേട്ടോ, അപ്പൊ ഇവിടെ ഹാൻഡിൽ വരും. മനസ്സിലായില്ലേ? അതായത് നമ്മളിപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഗ്രാഫിലാണ്. നമ്മൾ സ്പീഡ് ഗ്രാഫിൽ പോയാലേ നമുക്ക് അതിന്റെ ഹാൻഡിൽസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വാല്യൂ ഗ്രാഫിനകത്തും മാറും. പക്ഷേ അനിമേഷൻസ് രണ്ടിലും നമുക്ക് വാല്യൂ ഗ്രാഫിലും സ്പീഡ് ഗ്രാഫിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യം നമുക്ക് ഒരു കാര്യം ചെയ്യാം, വാല്യൂ ഗ്രാഫിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്പീഡ് ഗ്രാഫിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഹാൻഡിൽ തന്നല്ലോ, നമുക്ക് ഈ ഹാൻഡിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ലൈൻ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, ഒരു ഷാർപ്പ് ലൈൻ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് സ്മൂത്ത് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നല്ലവണ്ണം സ്മൂത്ത് ചെയ്യാം. ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പൊ എന്താണ് പറ്റിയത്, സ്മൂത്ത് ആയിട്ട് ഇവിടെ വന്നിട്ട് ഹാർഡായി, അല്ലെങ്കിൽ എഡ്ജസ് ഹാർഡായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് സ്മൂത്തിങ്ങിന്റെ ഇത് കൂടെയാണ്. ഞാൻ ഇതിങ്ങനെ വലിക്കുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ നോക്കിക്കോണം, ഈ ഏരിയയിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കോണം. ഇത് വലിക്കുന്ന സമയത്ത് നല്ലവണ്ണം ഞാൻ ട്രൈ ചെയ്തു. മാക്സിമം ഒരു ഇതുണ്ട്, ലിമിറ്റ് ഉണ്ട്, അതിൽ കൂടുതൽ വലിക്കാൻ പറ്റൂല. ഓക്കെ, ഇപ്പൊ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതായത് ഇവിടെ ഒരുപാട് ഡോട്ട്സ് വന്നു, അതായത് ഭയങ്കരമായിട്ട് സ്ലോ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോയി. അപ്പൊ ഇവിടെ എന്താണ്, കീ ഫ്രെയിംസ് കുറവാണ്, അപ്പൊ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അങ്ങ് പോയി. മനസ്സിലായോ? അതായത് ഇതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡോട്ട്സ് ഉള്ളപ്പോൾ പതുക്കെയും അങ്ങ് എത്തുമ്പോൾ എന്താണ് സ്പീഡായിട്ട്. ആ ഡോട്ട്സിന്റെ കൗണ്ട് വെച്ചാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഡോട്ട്സിന്റെ കൗണ്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ് എങ്ങനെയാണ് അവിടുത്തെ മോഷൻ എന്നുള്ള കാര്യം. വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിനെയും സ്മൂത്ത് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ വലിച്ച ഇതിനെയും സ്മൂത്ത് ആക്കാം. ഇങ്ങനെ നീക്കി കൊടുത്തു എഴുതാ. ഇപ്പൊ കംപ്ലീറ്റ് എന്തായി, അങ്ങ് അറ്റത്ത് എന്തായി, നല്ല സ്ലോ ആയി. ഇവിടെ എന്തായി, നല്ല സ്ലോ ആയി. നടുക്ക് മാത്രം ഫാസ്റ്റ് ആയി. നോക്കിയേ, കണ്ടോ, നോക്കിയേ, ഇവിടെ ഇത് സ്ലോ ആയി വന്നിട്ട് ഫാസ്റ്റ് ആയിട്ട് വീണ്ടും സ്ലോ ആയി. മനസ്സിലാവുന്നുണ്ടോ? സോ നമുക്കിതിനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും എനിക്ക് ഇതിനെ തിരിക്കാം. ഏത് ഏരിയ, ഇതാ വീണ്ടും ഇങ്ങനെ തിരിച്ചു. ഇപ്പൊ സംഭവിക്കുന്നത് എന്തായിരിക്കും, നല്ലവണ്ണം സ്ലോ ആയിട്ട് അവിടെ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയി, അടിച്ചൊന്ന് നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും. ഓക്കെ, ഇനി ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് എനിക്ക് ഇതിനെ വേണമെങ്കിൽ ഷാർപ്പ് ചെയ്യാം. ദാ ഭയങ്കരമായിട്ട് ഷാർപ്പ് ചെയ്യാം ഈ ഏരിയ. നോക്കിയേ, കാണുന്നുണ്ടല്ലോ, സ്വല്പം കുറച്ചുകൂടെ വലുതാക്കാൻ, ഗ്രാഫിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കിയേ, കണ്ടോ, ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പോകും, ഭയങ്കര ഷാർപ്പായിട്ട് അവിടെ എത്തുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് മൂവ് ചെയ്യും.
ഓക്കെ, അപ്പൊ ഈ രണ്ട് ഹാൻഡിലിന്റെ അകത്തുള്ള എന്താണ് മൂവ്മെന്റ്സിന് അനുസൃതമായിട്ടാണ് ഈ രണ്ട് ഹാൻഡിൽസിലുള്ള കളികളാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഈ ഹാൻഡിൽ മൂവ് ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്പീഡ് ചെയ്യാം, ഫാസ്റ്റ് ചെയ്യാം. അല്ല റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് ഞാൻ നോർമലി ഒരു ബേസിക് സ്പീഡ് കൊടുത്തതിന് ശേഷം ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്പീഡ് കൊടുത്തതിന് ശേഷം ഇവിടെ എത്തിയിട്ട് നല്ലവണ്ണം സ്മൂത്ത് ആവണമെന്നുണ്ടെങ്കിലും അത് വർക്ക് ചെയ്യും. പിന്നെ ഈ ഒരു ഹാൻഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നല്ലവണ്ണം ഇതാ സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിട്ട് മാറി. ഇത് ഏതിന്റെ കേസിലാണ്? ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വാല്യൂ ഗ്രാഫിലാണ്. വാല്യൂ ഗ്രാഫിന്റെ കൺസെപ്റ്റിൽ ഇത് ഇങ്ങനത്തെ മൂവ്മെന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, വാല്യൂ ഗ്രാഫിൽ നല്ലോണം സ്മൂത്ത് ചെയ്താലും സ്മൂത്ത് ആയിരുന്നോട്ടെ. ഇനി നമുക്ക് അടുത്തെന്ന് പറയുന്നത് നമുക്ക് സ്പീഡ് ഗ്രാഫിൽ പോവാം. ഓക്കെ, സ്പീഡ് ഗ്രാഫിൽ ഇങ്ങനെയാണ് ഇരിക്കുന്ന സംഭവം. അങ്ങനെ സ്മൂത്ത് ആകുമ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഇരിക്കുന്നത്. നമുക്ക് സ്പീഡ് ഗ്രാഫിനെ ഇങ്ങനെ പിടിച്ചാൽ സ്പീഡ് ഗ്രാഫിന് നമുക്ക് ഇങ്ങനെ അലൈൻ ചെയ്യാം. എന്താ എടുത്ത് നീക്കാം. സ്പീഡ് ഗ്രാഫിന്റെ ഓരോ ഇതിനെയും പിടിച്ചിട്ട് ഇതാ സ്പീഡ് ഗ്രാഫിൽ അതേപോലെ നമുക്ക് നീക്കാം. നോക്കിയേ, ഇതാ രണ്ട് ടാൻജന്റിനെയും പിടിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഓക്കെ, അത് സ്പീഡ് ഗ്രാഫിനും അതിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കാര്യം ചെയ്യാം, പൊസിഷൻ മാറും. സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് വാല്യൂ ഗ്രാഫിൽ വന്നിട്ട് വാല്യൂ ഗ്രാഫിനെ പഴയ പോലെ ഒന്ന് അലൈൻ ചെയ്തിട്ട് പ്രോപ്പർ ആക്കി വെച്ചോളൂ. കാരണം ഇതിപ്പോൾ ഓക്വേർഡായി എല്ലാം. ഓക്കെ, പഴയ പൊസിഷനിൽ ഇരുന്നോട്ടെ. സാധാരണ പൊസിഷനിൽ ഞാൻ എല്ലാം അൺഡു ചെയ്തിട്ട് പഴയ പൊസിഷനിൽ കൊണ്ടുവരാം. ഇതിന് നോർമൽ പൊസിഷനിൽ കൊണ്ടുവരാം. ഓക്കെ, അൺഡു ചെയ്ത് ഓക്കെ, നോർമൽ പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇപ്പം നമ്മൾ വർക്ക് ചെയ്ത് ഏതാണ് വാല്യൂ ഗ്രാഫ്. ഇനി നമുക്ക് സ്പീഡ് ഗ്രാഫിൽ വർക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ? ഏകദേശം ഒരു ഐഡിയ പിടിയിട്ടില്ലോ എന്താണെന്ന്. ഓക്കെ, ഇനി ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടിലും രണ്ട് മൂവ്മെന്റ് ആണ്. ഒന്നിന് നമ്മൾ മൂവ്മെന്റ് കൊടുക്കും, ഓബ്വിയസ്ലി മറ്റേനും ആ മൂവ്മെന്റ് മാറും, ആ ഗ്രാഫിന്റെ മൂവ്മെന്റ് മാറും. ഇനി നമുക്ക് ഇപ്പം നേരത്തെ നമ്മൾ വർക്ക് ചെയ്ത് ഏതായിരുന്നു വാല്യൂ ഗ്രാഫ്. ഇനി നമുക്ക് സ്പീഡ് ഗ്രാഫിൽ വർക്ക് ചെയ്യാം. സ്പീഡ് ഗ്രാഫിൽ അതേപോലെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇതാ സീറോയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതാ ആ മൂവ്മെന്റ് ഈ രീതിയിലായിരിക്കും മൂവ് ചെയ്യണം. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും. കർവ് കണ്ടില്ലേ, ആ കർവിനനുസൃതമായിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും. ഇവിടെ മാത്രം ഒരു ഷാർപ്പ് എഡ്ജ് ഉണ്ട്. നമുക്ക് ആ ഷാർപ്പ് എഡ്ജിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്മൂത്ത് ആക്കാൻ പറ്റും. അതിന് നോക്കിയേ, കേട്ടോ, സ്മൂത്തായി. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സ്വല്പം കൂടെ ഷാർപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നല്ലോണം സ്മൂത്ത് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അത്രയും സമയം എന്ന് വെച്ചാൽ ഒരു ഡിലേ വന്നു. ഡിലേ വന്നതിന് ശേഷമാണ് സ്പീഡായിട്ട് പോയത്. ഇതാ ഈ കർവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാരണം എന്ത് ചെയ്യും, ഇത്രയും സമയമുണ്ട്, ഇവിടെ സമയമില്ല. ഈ ഡ്രാഗ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. px/സെക്കൻഡ് ഇതാ ഇങ്ങനെ പോയി ഇവിടെ വന്നിട്ട് സ്മൂത്ത് ചെയ്യും. ഇതിന് നമുക്ക് ഡ്രാഗ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ സ്മൂത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ സ്മൂത്ത് ചെയ്യാം. തിരിച്ചാണെങ്കിൽ തിരിച്ച്. ഇതിന് രണ്ടിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്തിട്ട് രണ്ടും നമുക്ക് സ്മൂത്ത് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ സ്മൂത്ത് ചെയ്യാം. എത്രത്തോളം സ്മൂത്ത് ചെയ്യുന്നത് നമ്മുടെ ഇതാണ്. ഈ കർവിന് വേണമെങ്കിൽ നമുക്ക് താഴെ കൊണ്ടുവരാം. ഇതാ ഇപ്പൊ ഫുൾ ഒരു ആർക്ക് ഷേപ്പിലായി. എന്നാലും ഇതാണ്ട നോക്കിയേ, ഫുൾ ആർക്കായപ്പോൾ ആ മൂവ്മെന്റ് കംപ്ലീറ്റ് സ്ലോ ആയി. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് വേണം ഇതിനെ അടുപ്പിക്കാം. ഫുൾ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആയി. ഇനി നോക്കി എന്താണ് പറ്റുന്നതെന്ന് കണ്ടോ. അവിടെ എത്തിയപ്പോൾ എന്തായി, ഭയങ്കരമായിട്ട് സ്പീഡായി. സ്ലോ ഇൻ ഫാസ്റ്റ് ഔട്ട്, സ്ലോ ഇൻ ഫാസ്റ്റ് ഔട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാലോ അത്ര ഏരിയ കൂടുതൽ സമയവും അത് ഭയങ്കര സമയവും. ഇതാ ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഗ്രാഫിൽ പിടിച്ച് റീട്യൂൺ ചെയ്യാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വീണ്ടും സ്പീഡ് ഗ്രാഫിലാണ്. വാല്യൂ ഗ്രാഫ് നോക്കിയാൽ ഇത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, വാല്യൂ ഗ്രാഫ് ഇങ്ങനെ, സ്പീഡ് ഗ്രാഫ് അങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യും, ഇതിനെ അങ്ങോട്ട് തിരിക്കാം. ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ തിരിക്കാം, ഓപ്പോസിറ്റ് തിരിക്കാം. ഇങ്ങനെ. ഇപ്പൊ എന്ത് പറ്റും കണ്ട, ഒരു അടി അടിച്ച് തിരിച്ചു വരും. ഒരു ഷൂട്ട് ഔട്ട് അല്ലെങ്കിൽ ഒരു ഒന്ന് പറയാം, ഒരു ബേസിക്കലി ഒരു ബൗൺസ് പോലെ നമുക്ക് വർക്ക് ചെയ്യാം. ടക്ക് അടിച്ച് തിരിച്ചു വരും. ഓക്കെ, ആ സമയത്ത് തന്നെ നമുക്ക് പോയിട്ട് സ്പീഡ് ഗ്രാഫിൽ പോയി കഴിഞ്ഞാൽ സ്പീഡ് ഗ്രാഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടോ, സ്പീഡ് ഗ്രാഫിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വാല്യൂസ് ഇങ്ങനെ ഇരിക്കും. സോ ഒരെണ്ണത്തിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഒബിയസ്ലി അടുത്തതും കൂടെ ചേഞ്ച് ആവും. എന്നാൽ ഞാൻ ഇതിനെ അങ്ങ് സ്മൂത്ത് ആക്കിയിട്ട് ഇതിനെ പോയിട്ട് പിടിച്ച് ഇങ്ങനെ തിരിച്ചു കൊടുത്താലോ അത് അങ്ങ് ഡിസപ്പിയർ ആയി പോകും. ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ തിരിക്കാം. ഇപ്പൊ നോക്കിയേ, ഇങ്ങനെ സ്മൂത്തായി. ഇതിനെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓവർ ഷൂട്ട് ആയിരിക്കും വർക്ക് ചെയ്യണത്.
കണ്ടോ, ഒരു ഓവർ ഷൂട്ട് ആയിരിക്കും അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ആ ഏരിയയിൽ പിടിച്ച് നമ്മൾ അങ്ങനെ തിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ഷൂട്ട് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇത് എങ്ങോട്ട് വേണമെങ്കിലും നീക്കാം. കണ്ടോ, ഇതിവിടെ നീക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ഇതിങ്ങനെ നീക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിൽ അല്ലാതെ പോയാൽ നിങ്ങൾക്ക് കാണാം കീ ഫ്രെയിംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുകയാണ് ചെയ്യുന്നത് നമ്മളെ ടൈം ലൈനിൽ. ഇത് മൊത്തത്തിൽ നീക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ, മൊത്തത്തിൽ നീക്കുകയാണെങ്കിൽ, മൊത്തത്തിൽ പിടിച്ച് നീക്കുകയാണെങ്കിൽ ടൈം ലൈൻ മൊത്തത്തിൽ നീങ്ങുന്നതാണ് സംഭവിക്കുന്നത്. രണ്ടും കൂടെ സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് നീക്കി കഴിഞ്ഞാൽ കണ്ടോ. അപ്പൊ നമ്മുടെ മെയിൻ കീ ഫ്രെയിം ഏതാണ് അതിൽ തന്നെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് വേണം അത് വർക്ക് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ കീ ഫ്രെയിം മാറി അങ്ങ് പോകും. ഇതാണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇത് നീക്കുന്ന പോലെ തന്നെ ഇത് എങ്ങനെയാണോ നീക്കുന്നത്, ഇത് എങ്ങനെയാണോ നീക്കുന്നത് അതിനനുസൃതമായിട്ടായിരിക്കും അത് നീങ്ങുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് അവസാനിപ്പിച്ചു, അത്രേ ഉള്ളൂ. അതേപോലെ നിങ്ങൾ ഈ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പല പല സാധനങ്ങൾ സ്മൂത്തിൻ്റെ ഒക്കെ ചെയ്യുമല്ലോ, അതാ കീ ഫ്രെയിം അസിസ്റ്റന്റിന്റെ അകത്ത് അതേ ടാബ് തന്നെയാണ് ഇവിടെ വന്നത്. അതിന് കാരണം എന്താണ്, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സ്മൂത്ത് ആകുമ്പോൾ സംഭവിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സ്മൂത്ത് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഈസി കൊടുക്കുന്നതിന് പകരം നമ്മൾ തന്നെ എന്താണ് ആ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, സ്മൂത്ത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റും, ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, അപ്പൊ മാക്സിമം നമ്മൾ ഹാൻഡിൽ ഷുഡ് ബി എന്താണ് സ്ലോ. ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഷാർപ്പായിരിക്കും, ഭയങ്കര അങ്ങനെയുള്ള മൂവ്മെന്റ് ആയിരിക്കും. ഈ ഷാർപ്പ് മൂവ്മെന്റും അവിടെ എത്തുമ്പോൾ സ്ലോ മൂവ്മെന്റും. പക്ഷെ മറ്റതും കൂടെ ശ്രദ്ധിക്കുക, ഏതാണ് മറ്റേ ഏരിയയും കൂടെ. സ്പീഡ് ഗ്രാഫിലും അത് എങ്ങനെയാണ് നോക്കുക. അപ്പൊ സ്പീഡ് ഗ്രാഫും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസൃതമായിട്ട് സ്പീഡ് ഗ്രാഫും കൂടെ നമ്മൾ ഷാർപ്പ് ചെയ്ത് കൊടുക്കുക. ഷാർപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ നീക്കി കൊടുക്കുക. കണ്ടോ, അപ്പൊ കുറച്ചും കൂടെ ഷാർപ്പായി. ഈ ഏരിയ നമുക്ക് സ്മൂത്ത് ചെയ്യണമെങ്കിൽ ഈ ഏരിയ നമുക്ക് ആ ഹാൻഡിൽ മാത്രം വെച്ചിട്ട് നമുക്ക് ആ ഏരിയ നമുക്ക് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. അപ്പൊ രണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഗ്രാഫ്. ഒന്ന് എഡിറ്റ് വാല്യൂ, ഒന്ന് എഡിറ്റ് സ്പീഡും ഉണ്ട്. വാല്യൂവും സ്പീഡും. സ്പീഡ് നമുക്ക് നീക്കി കഴിഞ്ഞാൽ സ്പീഡിന്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ വാല്യൂ അനുസൃതമായിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് ഗ്രാഫ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ അറിയാന്നുള്ളവർക്ക് നല്ല ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്തുള്ള അനിമേഷൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മറ്റേതിൽ പോയി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയുള്ള അനിമേഷനാണ് ബേസിക്കലി ഉള്ളതെന്നുള്ള കാര്യം. ഇതാ നല്ല ഒഴിവിയാണ് പോകുന്നത്, കാരണം ആ ഒരു ഏരിയക്കകത്ത് അത്രയും സ്മൂത്ത്നെസ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണത്തക്ക രീതിയിൽ വരും. കണ്ടോ, അതിനെ വീണ്ടും നമുക്ക് സ്മൂത്ത് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് സ്മൂത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സ്മൂത്ത് ചെയ്യാം. അപ്പൊ സ്ലോ ഇൻ ആൻഡ് ഫാസ്റ്റ് ഔട്ട്, സ്ലോ ഇൻ ആൻഡ് ഫാസ്റ്റ് ഔട്ട്. ഇത് ക്ലിക്ക് ചെയ്ത് നീക്കി കഴിഞ്ഞാൽ ഒരേ മൂവ്മെന്റ് ആയിരിക്കും. ഇതാ, പക്ഷെ എന്താണ് ലെങ്ത് കുറവാണ്, അപ്പൊ സ്പീഡ് കൂടുതലാണ്. ഇങ്ങോട്ട് നീക്കിയാൽ വീണ്ടും സ്ലോ ആവും. കണ്ടോ, ഗ്രാഫ് സ്മൂത്ത് ചെയ്യുന്നത് ഗ്രാഫ് ഇതിന് വെച്ചിട്ട് നമുക്ക് അല്ലാതെ സ്മൂത്ത് ചെയ്യാം. ഇപ്പൊ നമുക്ക് സ്പീഡ് ഗ്രാഫിൽ പോയിട്ട് സ്പീഡ് നമുക്ക് എത്രത്തോളം കുറയ്ക്കണോ അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഇതിനെ സ്മൂത്ത് ചെയ്യാൻ പറ്റും. കണ്ടോ, സ്പീഡിലും മറ്റേ വാല്യൂയിലും. മനസ്സിലായില്ലേ? ഇപ്പൊ ഇത് രണ്ടാണ് ആക്ച്വലി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് സംഭവങ്ങൾ. ഒന്ന് എഡിറ്റ് വാല്യൂ ഗ്രാഫും, ഒന്ന് എഡിറ്റ് സ്പീഡ് ഗ്രാഫും. അപ്പൊ ഗ്രാഫ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായോ ഗ്രാഫ് കറക്റ്റ് ആയിട്ട്? അപ്പൊ ഒരു സമയം ഒറ്റ ആക്സിസിൽ മാത്രം വർക്ക് ചെയ്യുക. പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും കൂടെ കീ വീഴും. ഇതിപ്പോ ഞാൻ ഇപ്പൊ ഇങ്ങനെ സെലക്ട് ചെയ്തേ, പ്രശ്നം കണ്ട ആങ്കർ പോയിന്റിൽ കീ വീഴുന്നു, പൊസിഷനിൽ കീ വീഴുന്നു, വൈയിൽ വീഴുന്നു. ഇനി നമ്മൾ നേരെ ഗ്രാഫിൽ ചെന്നുള്ള പ്രശ്നം എന്താ, എല്ലാത്തിനും കീ ഫ്രെയിം കിടക്കുകയാണ്. കണ്ടോ, ഒറിജിനായിട്ട് നമുക്കൊന്നുമില്ല, ഡീഫോൾട്ട് വാല്യൂ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചാൽ എല്ലാത്തിനും കീ വാല്യൂ വീഴും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇവിടെ പോയി കഴിഞ്ഞ് ഇത് സെലക്ട് ചെയ്താലും നമ്മൾ അത് വിടുക. എന്നതിന് ശേഷം എക്സ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഗ്രാഫിൽ പോവുക. അപ്പൊ എന്ത് ആക്സിസ് മാത്രം കാണിക്കും, എക്സ് മാത്രം. ഇപ്പൊ വൈയിലാണ് കീ വീഴുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ പോയിട്ട് വൈയിലാണ് ഒരു കീ കിട്ടുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ വൈ പിടിച്ചിങ്ങനെ നീക്കിയെന്ന് വിചാരിക്കുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത്. ഓക്കെ, വൈ ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫിൽ കാണിക്കുന്ന സമയത്ത് കണ്ട വൈ ആക്സിസും കൂടെ ഇതിൻ്റെ അകത്ത് കാണിക്കും. വൈ മാത്രം കണ്ടാൽ മതി, വൈ മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് വൈ മാത്രം നമുക്ക് കാണാം. മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെലക്ഷൻ. ഇപ്പോൾ എക്സ് ആക്സിസ്, ഒരു മിനിറ്റ്, ഇതിൽ സെലക്ട് ചെയ്യുക, കീ ഫ്രെയിം അടിക്കുക. ഇതിപ്പോ രണ്ട് മൾട്ടിപ്പിൾ സെലക്ഷൻ ഉണ്ട്. അപ്പൊ രണ്ടും ഒരുമിച്ചേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. മൾട്ടിപ്പിൾ സെലക്ഷൻസ് ഉണ്ട്. മായയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ഇത് മാത്രമായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട എക്സും വൈയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് സിംഗിൾ ചെയ്യാൻ പറ്റൂല, രണ്ടും ഒരുമിച്ചേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് മായയിലും മാക്സിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഇത് മാത്രമേ നമുക്ക് കാണാൻ പറ്റും. ഒറ്റ ഇത് മാത്രം നമുക്ക് കാണാൻ പറ്റും.
ഇതിനകത്ത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഷോ സെലക്റ്റഡ് പ്രോപ്പർട്ടി ഏതാണ്? ഷോ അനിമേറ്റഡ് പ്രോപ്പർട്ടീസ്. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അനിമേറ്റഡ് പ്രോപ്പർട്ടീസ് ഡീആക്ടിവേറ്റ് ആവും. ഷോ അനിമേറ്റഡ് പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ടിന് ഞാൻ വാല്യൂ എടുത്തിട്ടുണ്ട്. ആ രണ്ട് വാല്യൂ നമുക്കിവിടെ കാണിക്കും, എക്സും വൈയും കാണിക്കും. ഓക്കെ. ഷോ ഗ്രാഫ് എഡിറ്റർ സെറ്റ്, അത് ഗ്രാഫ് എഡിറ്ററിന്റെ എല്ലാം കാണിക്കുന്നത്. അത് നമുക്ക് ഓൺ ആയിരുന്നാലും ഓഫ് ആയിരുന്നാലും കുഴപ്പമില്ല. സെലക്റ്റഡ് പ്രോപ്പർട്ടിയും ഇതാണ് നോർമലി നമ്മൾ ഓൺ ആക്കി ഇടേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ അതിന്റെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെയാണെന്ന്. ഷോ ഓഡിയോ വേവ് ഫോം ഉണ്ട്, ഓഡിയോ കാണിക്കും. ഓക്കെ. ഷോ റെഫറൻസ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇൻഫിനിറ്റി ഒക്കെ കാണിക്കണേ. ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഗ്രാഫ് എന്നുള്ള കാര്യമാണ്. നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് ഇൻഫിനിറ്റി ആയിട്ടാണ് ഗ്രാഫ് പോകുന്നത് എന്നുള്ള കാര്യം. എല്ലാ ഗ്രാഫും കൂടെ കാണിക്കും അതിൻ്റെ അകത്ത്. അത് ഓഡിയോ വേവ് ഫോംസ് കൂടെ കാണിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് ഓഡിയോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓഡിയോയിൽ വർക്ക് ചെയ്യുന്നില്ല, എല്ലാം നമുക്ക് പ്രീമിയറിൽ കൊണ്ടുപോയി വർക്ക് ചെയ്യുന്നതാണ് നല്ലത്. പ്രീമിയറിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ പോയി വർക്ക് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഓഡിഷനിൽ പോയി വർക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇതിലിട്ട് വർക്ക് ചെയ്യണ്ട. ഇതിൽ നമ്മൾ ജസ്റ്റ് മോഷൻ ഗ്രാഫിക്സ് മാത്രം. ചില ആൾക്കാർ ചെയ്യാറുണ്ട് ഓഡിയോ, അതിൽ ഓഡിയോ ചില മീൻസ് ഓഡിയോ വർക്ക് ചെയ്യുക മീൻസ് അതിൻ്റെ ഒരു താളത്തിൽ അനിമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഓഡിയോ എഡിറ്റിംഗ് ഇതിൻ്റെ അകത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓഡിയോ എഡിറ്റിംഗ് ചെയ്യേണ്ട, അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ. പിന്നെ എക്സ്പ്രഷൻ എഡിറ്റർ ഉണ്ട്. ഇവിടെ നമുക്ക് എക്സ്പ്രഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്താണ് ഞാൻ ബേസിക് എക്സ്പ്രഷൻസ് പറഞ്ഞു തരാം. ബേസിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് മാത്രം നമുക്ക് നോക്കാം. ഇത് എക്സ്പ്രഷൻ എഡിറ്റർ ആണ് ഇപ്പോൾ ഇവിടെ ഓൺ ആയി വരുന്നത്. അത് ക്ലിക്ക് ചെയ്യുക, ഓഫ് ചെയ്യുക. അലോ കീ ഫ്രെയിംസ് ബിറ്റ്വീൻ ഫ്രെയിംസ്, അത് കീ ഫ്രെയിംസ് ഇൻ ബിറ്റ്വീൻ കീ ഫ്രെയിംസ് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിലിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഗ്രാഫിൽ കാണാൻ പറ്റും കീ ഫ്രെയിംസ്. ഓട്ടോ സെലക്റ്റഡ് ഗ്രാഫ് ടൈപ്പ്, അത് ഏത് ഗ്രാഫാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്നുള്ളത് ആ ഗ്രാഫ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ റെഫറൻസ് ഗ്രാഫ്, എഡിറ്റ് വാല്യൂയും സ്പീഡ് വാല്യൂ, രണ്ടും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഷോ ലെയർ ഇൻ ആൻഡ് ഔട്ട് പോയിന്റ്, ഇൻ പോയിന്റ് ഔട്ട് പോയിന്റും സാധാരണ നമ്മൾ ഇടുമല്ലോ, ഇന്നും ഔട്ടും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും ഔട്ടും ഇവിടെ കാണാൻ പറ്റും. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള എന്താണ് ഗ്രാഫിലുള്ള മെയിൻ ആയിട്ടുള്ള സംഭവം. സ്നാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ സ്നാപ്പ് ചെയ്യാൻ പറ്റും. ഒറ്റ ആക്സിസിൽ കൊണ്ട് കറക്റ്റ് സ്നാപ്പ് ചെയ്തിരിക്കും ഒറ്റ ആക്സിസിൽ. വേണം യൂസ് ചെയ്യുക. പിന്നെ സൂം ചെയ്യുക. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഓൾട്ട് ഹോൾഡ് ചെയ്ത് നമ്മൾ സൂം ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഉള്ളത് രണ്ടെണ്ണമാണ്. ഒന്ന് ഫിറ്റ് സെലക്ഷൻ ടു സെറ്റ്, ഫിറ്റ് സെലക്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഫിറ്റ് ഓൾ ഗ്രാഫ്സ് ടു വ്യൂ, എല്ലാ ഗ്രാഫും ഒറ്റ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ സൂം ആയി പോയി കഴിഞ്ഞാൽ എല്ലാ ഗ്രാഫും ഒന്നിലോട്ട് ഫിറ്റ് ചെയ്യാനുള്ളത് ഫിറ്റ് സെലക്ഷൻ ടു വ്യൂ. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഗ്രാഫിനെ സ്മൂത്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യുക, ടക്കനെ അടിച്ചു നിൽക്കും. ഇത് കീ ഫ്രെയിംസ് കൊടുക്കാനുള്ളതാണ്, കീ ഫ്രെയിം എഡിറ്റ് ചെയ്യാനുള്ളത്. അത് നമ്മൾ നോർമലി അതിലാണ് ചെയ്യുന്നത്, അത് വേണ്ട. പിന്നെ ഇത് സ്മൂത്ത് ലീനിയർ, അങ്ങനെയുള്ള കാര്യമാണ്. സ്മൂത്ത് ലീനിയർ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വൈ അങ്ങ് ഓഫ് ചെയ്യാം. ഇവിടെ വൈ റിമൂവ് ചെയ്ത് കളയാം. നമുക്ക് എക്സ് മാത്രം മതി. എക്സ് മാത്രം വന്നിട്ട് ഞാൻ എഡിറ്റ് സ്പീഡ് ഗ്രാഫ്. ഓക്കെ. സ്പീഡ് ഗ്രാഫിൽ പോയി ഒരു പ്രാവശ്യം ഇവിടെ ക്ലിക്ക് ചെയ്യുക. സ്പീഡ് ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനെ സ്മൂത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ട, ഇതിനെ ക്ലിക്ക് ചെയ്താൽ ഇതങ്ങ് സ്മൂത്ത് ആവും. കാണുന്നുണ്ടോ? ഒന്നും കൂടെ കാണിക്കാം. ഇത് ഇതാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് എന്താവും, ഷാർപ്പാവും. മനസ്സിലായോ? ഇതിനെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോ ബെസിയറായിട്ട് കൺവേർട്ട് ആവും. ഇതിനെ ക്ലിക്ക് ചെയ്താൽ അത് സ്മൂത്ത് ആവും. അങ്ങനെ സ്മൂത്ത് ചെയ്യാനും ഷാർപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് സ്മൂത്ത് ആയി. ഇതാ ഈസി ഈസ് ഇൻ, നമ്മൾ അവിടെ കണ്ട സെയിം സാധനം. ഈസി ഈസ്. അടുത്തത് ഇത് ഈസി ഈസ് ഔട്ട്. അത് ഇതാ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലാതെ നമുക്ക് നീക്കാം, ഹാൻഡിൽ വെച്ച് അല്ലാതെ നമുക്ക് നീക്കാം. അല്ലാതെങ്കിൽ ഈ ഒരു ഏരിയക്കകത്ത് ഓട്ടോ ബെസിയറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് ഹോൾഡ് ചെയ്ത് നീക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈസി ഈസിൻ ഇവിടെ ചെയ്യാം. ഈസി ഈസിൻ, ഇതാ ഈസി ഈസിന് ഇത് ഈസി ഈസ് ഔട്ട്. ഓക്കെ. അതിന്റെ വ്യത്യാസം നമുക്ക് അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈസി ഈസിൻ എങ്ങനെയാണ്, ഈസി ഈസ് ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈസി ഈസിൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോൾ ഇതിങ്ങനെ അങ്ങ് ഡിസപ്പിയർ ആയി പോയാലും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് കാണാൻ പറ്റും. അപ്പോൾ ഈസി ഈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈസി ഈസായിട്ട് നിൽക്കും. ഒരു പ്രാവശ്യം ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മുടെ അത് സെലക്റ്റഡ് ആയിരിക്കണം, എപ്പോഴും സെലക്റ്റഡ് ആയിരിക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ഈസിൻ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ഈസിൻ്റെ ആവും. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ ക്ലിക്ക് ചെയ്യുക, വീണ്ടും സെലക്ട് ചെയ്യുക. ഇത് ഈസി ഈസ് ഔട്ട്. അല്ലെങ്കിൽ ഫുൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. ഏത് രീതിയിലാണോ ചെയ്യാം. ഓക്കെ. ഫുൾ സെലക്ട് ചെയ്തിട്ടാണെങ്കിൽ ഫുൾ സെലക്ട് ചെയ്യുക.
അപ്പോൾ ആദ്യം അവസാനം എല്ലാം അതിൽ അപ്ലൈ ആവും. ഇതാ ഈസി ഈസ് ഔട്ട്. ഫുൾ ഗ്രാഫ് സെലക്ട് ചെയ്യുക. കേട്ടോ, ഈസി ഈസ് ഔട്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതിൽ ക്ലിക്ക് ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക, ഫുൾ സെലക്ട് ചെയ്യുക. ഇത് ഏതാണ്? ഈസി ഈസ് ഇൻ. ഫുള്ള് സെലക്ട് ആയിരിക്കണം, ഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ആയിരിക്കണം, എന്നാലേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇതാ ഇത് ഓട്ടോ ബെസിയർ ആണ്, ഇത് ഈസി ഈസ് ഇൻ, ഇത് സോറി ഇത് ഈസി ഈസ്, ഇത് ഈസി ഈസ് ഇൻ, ഇത് ഈസി ഈസ് ഔട്ട്. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ടായിരിക്കും അത് പ്ലേ ആവുന്നത്. വീണ്ടും സെലക്ട് ചെയ്യാം. ഓക്കെ, ഫുൾ ഇത് സെലക്ട് ചെയ്യാം. ഇതാ പഴയ പ്രശ്നം വീണ്ടും കയറി വന്നു, അതാണ് പ്രോബ്ലം. ഓക്കെ, പുറത്ത് ക്ലിക്ക് ചെയ്യുക, അത് മാത്രമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. കേട്ടോ, ഈ പ്രോബ്ലം സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇതിന്റെ ഗ്രാഫിൽ ഫുൾ സെലക്ട് ചെയ്യുക. ഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ആവണം, എന്നാലേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, കൺവേർട്ട് കീ ഫ്രെയിം ടു ഓട്ടോ ബെസിയർ. കണ്ടോ, അതിനകത്ത് മാറ്റം വരുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഈസിയിൽ തന്നെ കടന്നിട്ട് പിന്നെ മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേട്ടോ, അതെല്ലാം നോർമൽ ആയിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്, അത് അതേപോലെ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടാൻജന്റ് വെച്ചിട്ട് നമുക്ക് അല്ലാതെയും നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ? ഗ്രാഫ് കറക്റ്റായിട്ട്, ഗ്രാഫ് നല്ലതായിട്ട് വർക്ക് ചെയ്ത് ഗ്രാഫ് നമ്മളെ കയ്യിൽ വരുള്ളൂ. കാരണം നിങ്ങൾ മെയിൻലി ഗ്രാഫ് എഡിറ്റർ നോർമലി ആഫ്റ്റർ എഫക്ട്സ് ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ വേറെ സോഫ്റ്റ്വെയർ അറിഞ്ഞുകൂടാത്ത ആഫ്റ്റർ എഫക്ട്സ് മാത്രം അറിയുന്നുള്ളവർക്ക്, മീൻസ് ഗ്രാഫ് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഗ്രാഫിൽ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഒരു അനിമേറ്ററിന്റെ കയ്യിലാണ് ഈ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അവന് ആക്ച്വലി ഒരു 20 മിനിറ്റ്സ് കൊണ്ട് അവന് എന്താണ് ഗ്രാഫ് കറക്റ്റായിട്ട് കയ്യിൽ വരും. കാരണം അവർ മായയിലും മാക്സിലും ഇട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ ഇത്ര ടൂൾസ്, ഇതിന്റെ ഇത്രയും ടൂൾസ് അല്ല മായയിലൊക്കെ ഉള്ളു, ഒരുപാട് ടൂൾസ് ഉണ്ട്. മെയിൻ ഇത്രയും ടൂൾസ് തന്നെയാണെങ്കിലും ഒരുപാട് ടൂൾസ് ഉള്ളതുകൊണ്ട് അവർ സ്ഥിരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് അത്രയും ഇഷ്യൂ വരില്ല അനിമേറ്ററിനാണെങ്കിൽ. അപ്പം നിങ്ങൾ അത്രയും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഗ്രാഫിൽ മാറ്റി മറിച്ച് ഒറ്റ ഒരു പൊസിഷനിലോ ഒരു വാല്യൂയിലും ഇട്ട് തന്നെ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.